അലൻ ആ ബ്രോ വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല, ഇവിടെ നിൽക്കുക, സ്റ്റോറിന് മുന്നിലുണ്ട്. സെറ്റായോ? എന്നാ ആണോ? 4 ഓക്കെ ഓക്കെ, റെഡി ആവണേ പറ. ഓക്കെ, സമയം കളയണ്ട പോരെ. I would just say the parking enforcement is very fast here, so put money in the meter. I almost got a ticket when he was riding me a ticket. Put money in the ticket. Okay. When I was inside. Okay. And I ran out and fit the meter and he said Okay, I don't have any coins. I'll just park somewhere else then. Yeah. Do you have any spot? Do you know any spot here? It's free parking. I don't. Maybe. I don't know. Yeah. Oh wow. That'll be cool. You can join too. I gotta make it to CarMax. Oh, okay. You where are you from? I live in Squamish, BC. Okay. Near Vancouver. Oh, okay. Yeah. So you're going towards? No, I'm heading north. Okay. Yeah. Perfect. So head to Dawson City. Mhm. And then probably stay in Tombstone Park. Okay. And then probably head over to Anchorage then. Nice. Awesome. How about you guys? Are you? We're just local. Local? Nice. Yeah. You haven't. Me personally, I don't have much riding experience, so I just thought I would go by. Nice. So that's why we're here. Start small. Start small. That's the way. Yeah. Awesome. How do you like the bikes? It's pretty nice actually. We had no idea like this recently launched, right? So Yeah. it's pretty good. Yeah, they look. Do you want to take a ride? It's okay. Yeah, smaller T7 maybe. Yeah, like a bit shorter. Yeah. Still capable. Like Yeah, lighter. plenty of ground clearance for gravel roads. Oh yeah. Kind of stuff. Yeah, for I came from street naked, so I'm new to ADV bikes. So yeah. I am kind of too. Like I've only had that a year and a half. Uh-huh. I came from like naked street bikes. Oh yeah. My previous bike was a Z800 from Kawasaki. So yeah. Those seem to be great bikes. Yeah. And I like the matching pair. That's cool. Matches the colors. Yeah. അപ്പം അലൻ ബ്രോയിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നൊരു ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് അയാളിയെ നിൽക്കുന്നു. ബ്രോ ഫുള്ള് വണ്ടിപ്പണിയിലായിരുന്നു തോന്നുന്നു. ചെയിനൊക്കെ മാറ്റി, സ്വർണ്ണ കളറുള്ള ചെയിനൊക്കെ ആണല്ലോ. കാശുകാർക്ക് എന്താ സ്വർണ്ണ കളറുള്ള ചെയിനൊക്കെയാ? റെഡിയായോ? ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റി, ബാക്ക് സ്പ്രോക്കറ്റ് മാറ്റി, ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാറ്റി, ടയർ മാറ്റി, ചെയിൻ മാറ്റി. ടയർ മാറ്റിയില്ലേ? ആഹാ. ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഫുള്ള് ചെളിയായിരിക്കും കേട്ടോ. ഞാൻ ആ റൂട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. സ്കൗട്ട് ലേക്കിന് പോകുന്ന വഴിക്കാൻ മറ്റേ ലേക്കിലേക്കാണ് പോയത്. മൊത്തം വെള്ളവും ചെളിയായിരുന്നു. ചെളിയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ തെന്നാൻ ചാൻസ് ഉണ്ട്. തെന്നും. എന്നാ പോവാ. ടയറ് ലേശം മോശം സ്ഥിതിയിലാണല്ലോ എൻ്റെ അളിയൻ്റെ. നോക്കി നോക്ക്, ടയറൊക്കെ നോക്കി നോക്ക്, ഓക്കെ ആയിരിക്കും. ബ്രോയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ടയർ ചെളിയിൽ പ്രശ്നമാണ്. റെഡ് കഴിയാനായി, ഇത്രയേ ഉള്ളൂ. ഫിഷ് ലേക്ക് പോലെയൊക്കെയാണെങ്കിൽ ഓക്കെയാ, പക്ഷെ അവിടെ കുറേ പ്രശ്നം നമ്മളൊക്കെ. ഫിഷിലേക്ക് പോവാണ്ട് ആദ്യത്തെ ലുക്ക് ഔട്ട് ഇല്ലേ,
അവിടെ നിന്ന് കയറുകയാണെങ്കിൽ മിനിമം കോപ്പർ റിഡ്ജ് വരേക്കുള്ള ഒരു റൂട്ട് ഉണ്ട്, വെറുതെ ഗ്രാവല. ആ എനിക്ക് മനസ്സിലായി. ഇല്ലേ? ആ അതിൽ പോവാം. ചുമ്മാ ഒരു റൗണ്ട് പോയിട്ട്. ആ പക്ഷെ എനിക്ക് ഫിഷിലേക്ക് എങ്ങോട്ട് അങ്ങനെ കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അറിയാം. എന്നാൽ ഓക്കെ പോവാം. എന്നാൽ ബ്രോ മുന്നേ പോവാം. ആയിക്കോട്ടെ. എന്നാൽ ഓക്കെ അല്ലേ? അതങ്ങനെ കണക്റ്റ് ആയിട്ട് അങ്ങനെ പോകും. കോപ്പർ റിഡ്ജിൽ കയറി തിരിച്ച് നമ്മൾ അന്ന് പോയ വഴിയില്ലേ സെയിം അതിലേക്ക് ചാടും. ആ അത് സീനില്ല. അത്യാവശ്യം കാണാനും ഇത് ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവും. നൈസായിരിക്കും. എനിക്ക് വീട് സ്പ്രോക്കറ്റ് എവിടെ ബ്രോ? ഫ്രണ്ട് സ്പ്രോക്കറ്റ് എവിടെ പഴയത്? ആ ഈ എൻ്റെ പൊന്നട പോയി. ഇങ്ങനെയൊക്കെ തേഞ്ഞു തരൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് റൈഡ് പോവുകയാണ്. കുറച്ച് ഓഫ് റോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേ ആയിട്ട് ട്രെയിലിൽ കൂടി ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഇവിടുത്തെ നിയമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി മിഡിൽ ലൈനോട് ചേർന്ന് പോകണം. രണ്ടാമത് പോകുന്ന വണ്ടി മറ്റേ ആ ബൈക്ക് ലൈനിൻ്റെ ചേർന്ന് പോകണം. പിന്നെ പോകുന്ന വണ്ടി അഗെയിൻ ആദ്യം പോകുന്ന വണ്ടി പോലെ. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലും മുന്നിലൊക്കെ പോകുന്ന വണ്ടികൾക്ക് മിററിലൊക്കെ കാണാൻ വേണ്ടി വിസിബിലിറ്റിക്ക് എത്ര വണ്ടി ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരേ ലൈനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ആണ് അങ്ങനെ ഒരു നിയമം. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ട്രെയിനിലേക്ക് കയറും. നമ്മളവിടുന്ന് ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. നവംബറിൽ മാർച്ചിൽ ഏത് വീൽഡ് വെഹിക്കിളിൽ പോകാനാ? ക്വാഡോ? ആ എന്തുപറ്റി? കേട്ടോ ബ്രോ കേട്ടോ, ഇത്തിരി അടുത്തൂടി പോകാൻ പറ്റില്ല, പൊടിയായിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വെച്ചത്. അതിനിടയ്ക്ക് ഒരു ക്യാനാമ പോയതുണ്ടോ? ക്വാഡ് കണ്ടായിരുന്നോ? ക്വാഡ് കണ്ടോ? നല്ല പൊളിയായിരുന്നു. അവൻ പുറകിലുണ്ടായിരുന്നു, ഞാൻ കയറ്റി വിട്ടു, പിന്നെ ഒരു പോക്ക് പോയി. പലരും യൂക്കോണിനെ പറ്റി ചിന്തിക്കുക, എന്താ പറയുക, റോട്ടിൽ കൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ കുറേ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥ യൂക്കോൺ കാണണമെങ്കിൽ കാട്ടിലേക്കും ട്രെയിനിലേക്കും ഇറങ്ങണം. അതാണ് അതിൻ്റെ ഭംഗി. അവിടെ എന്താ ഡ്രോണാ? എടുത്തില്ല. ഞാൻ ഗ്രൂപ്പ് റൈഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇല്ല, എടുത്തില്ല. തൽക്കാലം ഇത് ഡ്രോൺ ആക്കാം. ആ എന്തായാലും പോവല്ലേ, ക്യാമറയും ചാടട്ടെ.
ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വെള്ളത്തിൽ പോകും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വെള്ളത്തിലിറങ്ങി അടി കിട്ടുന്ന നീന്തലും പഠിച്ചില്ല. ഇവിടെയൊക്കെയാണ് വെള്ളത്തിൽ ചാടിയില്ല അടി കിട്ടും. പിള്ളേരെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ നീന്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ വീട്ടിൽ വെള്ളത്തിൻ്റെ അടുത്തുകൂടി പോകാൻ സമ്മതിക്കുമല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. ലേക്കിന്റെ അവിടെ മക്ലീൻ ലേക്കിന്റെ പോകണം. അതെവിടെയാ? നമ്മളൊന്നും പോയില്ലല്ലോ. അത് കുറച്ച് ഞാൻ ബൈക്കിന് പോയായിരുന്നു. നല്ല രസം. എനിക്കൊരു അടുത്ത് പോകാൻ പേടിയായിട്ട് ഞാൻ പോയില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റിയായിരിക്കും. മെക്കലീനിലേക്കോ? ആ, ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിൽ ചേട്ടൻ അറിയില്ലേ? ഫിഷിലേക്കാണ് മക്ലീൻ. ഇവിടുന്ന് അടുത്ത്, ഇവിടുന്ന് 100 കിലോമീറ്റർ കഴിഞ്ഞാൽ. ആ, മനസ്സിലായി. ഉള്ളോട്ടുള്ള കാട്ടിലുള്ള അളിയൻ ഓടിക്കോ? ഞാൻ അതിന്റെ ഉള്ളു വരെ എത്തി. ലേക്ക് നമുക്ക് പോവാം. അവിടെ പോയില്ല? പോവാ. ഞാൻ കാണിച്ചു തരാം. അത് വാ, അത് നല്ല സ്ഥലമാണ്. കുറച്ചുകൂടി കട്ടി ഓഫ് റോഡ് ആയിരിക്കും. ഇതിനകത്ത് മീനുണ്ടോ അളിയാ? പൈക്കാ? അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട്. ആണോ? അടുത്തൊരു ദിവസം ഇങ്ങോട്ട് വന്നാലോ? വരാം. ഫിഷ് ചെയ്യാന് കോഡിന് ഭയങ്കര ഈസി അല്ലേ? കോഡിനൊക്കെ ഭയങ്കര ഈസി അല്ലേ? 24 hours ഓഫ് ഫ്ലൈറ്റ് ആ വഴിക്കാ കയറുന്നത്. അതിന് മുമ്പ് ഒരു ബൈക്ക് പാർക്ക് ഉണ്ടോ? ആ മറ്റേ എനിക്ക് മനസ്സിലായി. കുറച്ച് റാമ്പൊക്കെ ഉള്ള ഡ്രോപ്പുള്ള പല ലെവലിലുള്ള. നമ്മളൊന്ന് ഒരുമിച്ച് അടി വന്ന് നിങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് അഖിലും ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ തുടക്കക്കാരില്ല. അഖില അന്ന് പുള്ളിയുടെ ടയർ കൂടി പോയിട്ട് പകുതിയും തിരിച്ചു. ഇറങ്ങി കാണിക്കണം, എന്നാലും ഞാൻ ഇറങ്ങും. അവിടെ ഒരു സ്റ്റീപ്പായിട്ടുള്ള സാധനം. അവിടെ ഒരു കല്ല്, മൊത്തം കല്ലൊക്കെയാണ്. എനിക്കറിയാം, ഞാൻ തെന്നി അടിച്ച് വീഴും. എനിക്കൊരു പേടി. കല്ലും മണ്ണോ അല്ലാതെ കുഴപ്പമില്ല. എനിക്കറിയാം. സ്റ്റീപ്പും അല്ലേ? അത്യാവശ്യം ഇറക്കമുണ്ട്, നല്ല ഇറക്കാം. ഞാൻ ഇവിടെ നമ്മുടെ എന്റെ വണ്ടി കൊണ്ട് വന്നല്ലേ ഇന്നലെ മിഞ്ഞാന്ന് അടിയൊക്കെ തട്ടിയാണ് ഇവിടെയൊക്കെ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വരെ എത്തി. ഒക്കെ ആരാ പോന്നെ? ആരാ അളിയല്ലേ പോന്നെ?
ടയറിന് എനിക്ക് തീരെ വിശ്വാസമില്ല. ഇറങ്ങിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ. ഉള്ള കഴിവ് മുഴുവൻ എടുത്ത് എറിഞ്ഞു. ഓണാണെങ്കിൽ ഓണോണ കിച്ചിക്കോ അപ്പുറത്തുള്ള ഇതൊന്നും വരില്ലല്ലോ. വരും, എന്തായാലും വരും. അപ്പുറത്ത് ഇപ്പം എത്തിയാണ്. ഞാനൊന്ന് പോകാൻ പറ്റുന്നതായിട്ടൊന്നും ഇത് നല്ല കേട്ടോ, ഈ ബോട്ട് ഇത് മറിയല്ല, ഞാൻ ആടി കളിക്കൂല. അല്ല, ഞാനിന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ലോ. ബൈക്ക് ഓട്ടോ ചെയ്യാൻ. ഇതാണ് ബീവറകുട്ടൻ്റെ ഡാം. എന്തിനായിരുന്നു ബ്രോ ഇതിങ്ങനെ ഇവർ കെട്ടുന്നത്? വെള്ളം സംഭരണി നമ്മളുടെ ഉദ്ദേശം തന്നെ. ആണോ? വെള്ളം കെട്ടി നിർത്തിക്കാൻ. നാച്ചുറലായിട്ട് ഡാം കിട്ടുന്ന രണ്ട് ജീവികളുള്ളൂ. ഒന്ന് ബീവറും ഒന്ന് ആനയും. ബീവറിനെ കാണുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കായിരുന്നു. ബീവറിനൊന്നും കാണുന്നില്ല. എവിടെ മീനുണ്ട്? എവിടെയാ? ഓ അതാ അല്ലേ കൂടി കിടക്കുന്നത്. അവര് പുറത്തിറങ്ങല്ലോ സാധാരണ ഇടയ്ക്ക്. പുറത്തിങ്ങനെ തല ഇങ്ങനെ പൊക്കി നീന്തി പോകണ്ടേ. എന്നിട്ട് ഞങ്ങൾ ബോട്ട് കണ്ടപ്പോ അവരും കൂടെ വിളക്കുന്ന ചാടിയിട്ട് നിങ്ങൾ തിന്നാൻ കൊള്ളുവോ? ബീവർ ഇവിടെ ഭയങ്കര പ്രൊട്ടക്ഷൻ. ഇവിടുത്തെ നാഷണൽ ആനിമൽ ആണല്ലേ? ഇവിടത്തെ നേറ്റീവ് വേണ്ട. അതായത് ഇവിടത്തെ ബ്രൗൺ ബെയർ കൊറേ ടൈപ്പ് ഇല്ലേ? ഇവിടെ ഗ്രിസ്ലി ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതില് ഗ്രിസ്ലി ബെയർ ഇന്ത്യന്ന് വന്ന, ഏഷ്യന്ന് വന്ന. ഏഷ്യന്ന് വന്നോട് ചെക്ക് ഇതൊക്കെ വീഡിയോ ഇൻഫർമേഷൻ പറഞ്ഞോ. അതിന് മുന്നേ അതില്ലാന്ന് വിചാരിച്ചാൽ ഒരു സാധനം ഉണ്ടായിരുന്നു, ഷോർട്ട് ഫേസ്ഡ് ബെയർ എന്ന് പറയും. ഷോർട്ട് ഫേസ്ഡ് ബെയർ എന്ന് പറയുമ്പോഴേക്കും കറക്റ്റ് ഹൈറ്റ് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഏകദേശം മൂസിനെക്കാളും ഹൈറ്റ് വരും. നല്ല ഹൈറ്റ് ഉള്ള ബെയറാണ്. ആനയുടെ അത്ര ഉണ്ട്, പക്ഷെ ആള് ബെയറാണ്. അത് വന്ന പിന്നെ ഹ്യൂമൻസിന്റെ കാര്യമൊന്നും പറയാൻ നിൽക്കുന്നത് ഇവിടെ ഇല്ലല്ലോ. എക്സ്റ്റിങ് ടൈപ്പ്. ഗൂഗിൾ ഇവിടെ ബ്ലാക്ക് ബെയറും ബ്രൗൺ അല്ലേ ഉള്ളൂ. ബ്ലാക്ക് ബെയറും ബ്രൗൺ ഗ്രിസ്ലി. ഈ സാൽമൺ വരുന്ന സമയത്ത് ഈ ഹെയിൻസ് ജംഗ്ഷൻ അപ്പുറത്തെ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നീന്തി പോകുന്ന നല്ല വൃത്തിയായിട്ട് കാണാന്ന് പറഞ്ഞു. നമ്മള് പോയില്ല ഒരു തവണ. അത് അതവിടെ ഞാൻ ചോദിക്കാൻ അത് അവിടെയായിരുന്നു. അപ്പുറത്ത് അവിടെ നമ്മള് പോയിട്ടുണ്ട്. അവിടെ പിടിക്കായിരുന്നല്ലോ. നമ്മളായിട്ട് സൈഡിൽ ഫുട്ബോളൊക്കെ കളിച്ച അവിടെയാ നമ്മള് കണ്ടായിരുന്നു മീൻ. നോർമല്ലേ റെഡ് കളറില്. അതാണ് ലോവർ പോസ്റ്റ്. പക്ഷെ വേറെ പിടിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഉണ്ട്. അതാ സ്പോട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ടായിരുന്നു ഞാൻ ഗ്രൂപ്പില്. മീനാ നമ്മളങ്ങനെ തിരിച്ചു പോവാണേ.
ഞാനാ നിർത്തണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് മൊമെന്റം കളയാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പോന്നു. എളുപ്പമല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. കല്ലല്ലേ? ആ അത് കുഴപ്പം. എൻ്റെ പറ്റുമോ? ആ നമ്മള് പോയത് ആ അത് വെറുതെ നോർമൽ റൂട്ടാണെങ്കിൽ പോലും അടുത്തെത്തുമ്പോൾ കുറച്ച് പണിയുണ്ട്. ഞാൻ കേരളം കൊണ്ട് പോയതാ. ഒരു ദിവസം പോയി നോക്കാം, ഇന്നൊന്നുമല്ല, ഏതെങ്കിലും ഒരു ദിവസം. എന്നാ പ്ലാൻ ചെയ്തോ? അത് സിമ്പിളാ, ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം പോകാനേ ഉള്ളൂ. നമുക്കെന്നാ വേണം തിങ്കളാഴ്ച വൈകുന്നേരം ആക്കാം. അതെന്താ വെച്ചാൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ എന്നാൽ ഓക്കെ. അപ്പോൾ ബൈ. ഇപ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് ആയില്ലേ? വീഴേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചില്ലറ വട്ടമൊന്നുമല്ല അല്ലേ, ഹൈവേ അപ്പുറത്ത് കൂടി കടന്നിട്ട് ട്രെയിലിൽ കൂടെ വരിക. കഴിഞ്ഞോ? ആ അപ്പം എന്നാ ശരി. എന്തോ
ഇങ്ങോട്ട് കയറല്ലേ? അപ്പോൾ എന്നാൽ ശരി, ഞാൻ അടുത്ത ട്രിപ്പിന് കാണാം.